ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ചോറിനും ചപ്പാത്തിക്കും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് മാത്രം കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും വേണ്ടി പറ്റും. അതുപോലെ സ്കൂളിലേക്കും ഓഫീസിലേക്കൊക്കെ ചോറ് കൊണ്ടുപോകുന്നവർക്ക് അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള 4 വഴുതനയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒരു സൈസിലുള്ള ചെറിയ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. വലിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഉരുളക്കിഴങ്ങും വഴുതനയും ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകവും കൂടി ഇട്ടിട്ട് പൊട്ടുന്ന സമയത്ത് ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു 8 ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്തിട്ട് പിന്നെ ചേർക്കുന്നത് ചതച്ച മുളകാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയം വഴറ്റിയിട്ട് ഉള്ളി ഒന്ന് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ വഴുതനയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിക്കണം. ആ മസാലപ്പൊടികളും ഈ വഴുതനയും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. മുകളിലൂടെ 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. ആ വെള്ളത്തിൻ്റെ ആവിയിൽ വേണം ഇത് വേവാനായിട്ട്. ഇടയ്ക്ക് 1-2 തവണ ഒരു 3-4 തവണ മൂടി തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്കിത് വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ നമുക്കിത് അമർന്ന് കിടന്നിട്ട് വേവണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. വെള്ളം കൂടുതൽ ഒഴിക്കരുത്. അപ്പോൾ നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. ഞാനൊരു 3-4 തവണ മൂടി തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും വഴുതനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വഴുതന ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് ഒരു 2 നുള്ള് പെരിഞ്ജീരകം, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇല്ലയെന്നാണെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ ആദ്യം കടുക് വറുക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം മുഴുവനായിട്ട് ചേർത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചൂടോടെ നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാനാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.